ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത് പതിവ് പോലെ രാവിലെ തന്നെ മഴയാണ്. അതുപോലെ ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ കുറച്ചൊരു തോർച്ച കിട്ടിയതായിരുന്നു. പിന്നെ വീണ്ടും മഴ തുടങ്ങി. ഇന്ന് ഇടവപ്പാതി സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നാണ് ശരിക്കും മഴ തുടങ്ങേണ്ട ആ ഒരു ദിവസം. പക്ഷേ ഇതിന് എത്രയോ നേരത്തെ മഴ തുടങ്ങി. അമ്മോ, ഒരാൾ ഇവിടെ കണ്ടില്ലേ വിക്രസ് കാണിക്കുന്നത്. ഇതാ ജനൽമ പിടിച്ച് കയറുക, ഇതൊക്കെയാണ് അവൻ്റെ അഭ്യാസം. ഇങ്ങോട്ട് ഇറങ്ങേ. ഞാൻ ഇവിടെ വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കിൽ ഇതാണ് ഇവിടെ കാണിക്കുന്ന അഭ്യാസങ്ങൾ കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഗ്യാസ് നിറയ്ക്കാൻ പോകണം. അപ്പോൾ അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താ ഒക്കെ നമുക്ക് വഴിയെ നോക്കാം, നമുക്ക് എന്തൊക്കെയാണ് ആ ഒരു വിശേഷങ്ങളെന്നൊക്കെ. ആദ്യത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ, നമ്മുടെ റിച്ചൂട്ടൻ എൻ്റെ കണ്ണ് വെട്ടിച്ചിട്ട് പുറത്തേക്ക് ഓടിപ്പോയതാണ് കേട്ടോ. ചെറുതായിട്ട് ചാറ്റൽ മഴ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ കണ്ണ് വെട്ടിച്ചിട്ട് അവൻ മുറ്റത്തേക്ക് ഇറങ്ങി ഓടിയതാണ്. അവന് വെള്ളത്തിൽ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കുളിപ്പിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ നിന്നൊന്നും അവൻ കയറില്ല. വെള്ളത്തിൽ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവന്. മുറ്റത്ത് അവിടെ ഇവിടെ ആയിട്ട് കുറേയൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞാൽ കേൾക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുകയാണ്. പിന്നെ മുറ്റത്ത് നല്ല വഴുക്കലുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ചെത്തി കളയ കാരണം കൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല, കാര്യമായിട്ട് വഴുക്കലൊന്നുമില്ല. അപ്പോൾ ഓരോ സ്ഥലത്തൊക്കെ മുറ്റത്തിങ്ങനെ വെള്ളം കെട്ടി നിൽക്കണ കാണുമ്പോൾ, മുറ്റത്ത് വീടിനൊക്കെ നാലുപുറമൊക്കെ വെള്ളം കെട്ടി നിൽക്കണ കാണുമ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ എന്തോ ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ് കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വെള്ളമൊക്കെ ഒഴുകി പോകാനൊക്കെ പാടങ്ങളും തോടും ഒക്കെയുള്ള മാർഗ്ഗങ്ങളുള്ളത് കൊണ്ട് ഇവിടെ അങ്ങനെ വീട്ടിലങ്ങനെ വെള്ളം കെട്ടി നിൽക്കാറൊന്നുമില്ല കേട്ടോ മഴ പെയ്താൽ. അങ്ങനെ ഞാൻ ഗ്യാസ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ റിച്ചൂട്ടൻ കാണാതെയാണ് ഞാൻ ഗ്യാസ് നിറയ്ക്കാൻ വേണ്ടി പോകുന്നത്. റിച്ചൂട്ടൻ അവിടെ അമ്മയുടെ അടുത്ത് ആക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഗ്യാസ് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ ഉറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും വേഗം ഗ്യാസ് നിറച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ വന്നു. നമ്മൾ ഗ്യാസ് നിറയ്ക്കാൻ വേണ്ടി പോവുകയാണ്. ഇതുണ്ടാവും ഇവിടെ നിന്ന് പാടത്തൊന്നും കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല. ഇപ്പോൾ ഓരോ ഭാഗത്തൊക്കെ പാടം തോടും എല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ന്യൂസിലൊക്കെ കാണുമ്പോൾ ഓരോ ഭാഗത്തൊക്കെ പ്രശ്നങ്ങൾ കാണുമ്പോൾ നമുക്കത് ഇവിടെയൊക്കെ വലിയൊരു ആശ്വാസമാണ്. കാരണം കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. വെള്ളമൊക്കെ നല്ലോണം ഒഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പം അത് കാരണം കൊണ്ട് ഇവിടെയൊന്നും നല്ല കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളോ നമുക്കങ്ങനെ പേടിക്കേണ്ട ഒരു ഇതൊന്നും ഇല്ല. ഇനിയിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ സേഫായിട്ടാണ് ഇരിക്കുന്നത്, ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ. അപ്പോൾ ഇത് നമ്മൾ ഗ്യാസ് നിറയ്ക്കാൻ പോകുന്നതിൻ്റെ വഴിക്കുള്ള ഓരോ കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിനിടയ്ക്ക് നിങ്ങൾ സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും കേട്ടോ. റിച്ചൂട്ടൻ ഇവിടെ വണ്ടിയുണ്ട്, അവൻ്റെ വണ്ടികളോട് കളിക്കുകയാണ്. അത് നമ്മുടെ പുതിയ കുളത്തിൻ്റെ നിർമ്മാണം കേട്ടോ. അവിടെ പഴയ കുളമായിരുന്നു. ആ കുളത്തിൻ്റെ പുനർനിർമ്മാണമാണ്. അപ്പം അത് ആകെ നശിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് തോട്ടിലും കാര്യമായിട്ട് വെള്ളവും കാര്യങ്ങളൊന്നുമില്ല. നല്ലോണം നിന്ന് മഴ പെയ്യുകയാണെങ്കിൽ ഈ പാടമൊക്കെ മൊത്തം മൂടും കേട്ടോ. ഇവിടെയൊക്കെ ഈ പാടങ്ങളൊക്കെ മൊത്തം വെള്ളത്തിലാവും. ഇപ്പോൾ കാര്യമായിട്ടുള്ള വെള്ളമൊന്നുമില്ല. അത്ര ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മഴ പെയ്യും, പിന്നെ ഒരു തോർച്ച കിട്ടും, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ മെയിൻ റോട്ടിലേക്ക് എത്തി കേട്ടോ. മെയിൻ റോട്ടിലേക്ക് എത്തി ഗ്യാസ് നിറയ്ക്കാൻ പോകുന്ന നല്ലൊരു മഴ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഴ വരുന്നതിന് മുൻപ് ഗ്യാസ് നിറച്ച് വരണം. പിന്നെ ഇവിടെയൊക്കെ നിറയെ വീടുകളും കടകളും ഒക്കെയുള്ള ഒരു പ്രദേശങ്ങൾ തന്നെയാണ് കേട്ടോ. നല്ല കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അരങ്ങന്മല കാണില്ല, അരങ്ങന്മലയുടെ അടുത്താണ് നമ്മൾ കിഴൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഗ്യാസ് നിറയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ കണ്ടില്ല, അരങ്ങന്മല മഞ്ഞ് മൂടി നിൽക്കുകയാണ്. അപ്പോൾ നല്ല മഴക്കാർ വരുന്നുണ്ട്, മഴ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു മൂടലുണ്ട്. അപ്പം അത് കാരണം കൊണ്ട് അതാണ് അരങ്ങന്മല ഇങ്ങനെ മൂടി നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാനില്ല അല്ലേ. അങ്ങനെ നമ്മൾ ഗ്യാസൊക്കെ നിറച്ചിട്ട് തിരിച്ചു വരുന്നൊരു കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. ഗ്യാസ് നിറച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു.
അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഗ്യാസ് നിറച്ചിട്ട് വരുമ്പോൾ നല്ല മഴയും കാരണം നമ്മൾ ഗ്യാസിൻ്റെ ആ ഒരു ഇവിടെ പോയപ്പോഴും നല്ല മഴയായിരുന്നു. അപ്പോൾ എടുക്കാനൊക്കെ നമുക്ക് ഗ്യാസിൻ്റെ കുറ്റി എടുക്കാനൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം മഴ ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന വഴിക്കാണ് ഇപ്പം ഞാൻ വീട്ടിലേക്ക് തിരിച്ച് പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തിരിച്ച് പോരുന്ന വഴിക്ക് കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. നമ്മുടെ റോഡാണെങ്കിൽ ഭയങ്കര മോശമാണ് കേട്ടോ. ഭയങ്കര യാത്രക്കാരൊക്കെ എങ്ങനെ യാത്ര ചെയ്യുന്നതെന്നുള്ള അവർക്ക് തന്നെ അറിയുള്ളൂ. ഈ സമയത്തൊന്നും യാത്ര ചെയ്യാൻ പറ്റാത്തൊരു ഇതാണ്. കണ്ടില്ലേ, റോഡൊക്കെ കുളം മാതിരിയാണ് കിടക്കുന്നത്. ഭയങ്കര മോശം പറഞ്ഞാൽ ഭയങ്കര മോശം. താനങ്ങനടി പഞ്ചായത്തിലെ റോഡാണ് കേട്ടോ. ഭയങ്കര മോശമാണ്. പിന്നെ ഓരോ റോഡ് കഴിഞ്ഞ വർഷം ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഇപ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ നമ്മൾ പല്ലിന് പോടടയ്ക്കുന്ന പോലെ അവിടെയും ഇവിടെ ഇങ്ങനെ കുറച്ച് എന്താ പറയുക ഗ്യാപ്പുകൾ അടച്ചു തീർത്തിട്ടുണ്ട്. അതല്ലാതെ വേറെ ഇതൊന്നുമില്ല. ഇത് എത്ര കാലം നിൽക്കുന്നൊന്നും അറിയില്ല. ഓരോ യാത്രക്കാരും ഭയങ്കര ഭീതിയോടെ തന്നെയാണ് ഈ ഒരു റോഡിലൂടെ വണ്ടി ഓടിച്ചിട്ട് പോകുന്നത്. ഭയങ്കര മോശമാണത്. കണ്ടില്ലേ, എവിടെ നോക്കിയാലും ഓരോ കുഴിയും റോട്ടിൽ എവിടെ ഓരോ കുഴിയും ഭാഗങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഈ പനങ്ങനടി അലങ്ങനടി പഞ്ചായത്തിൻ്റെ ഏരിയയാണ് കേട്ടോ. അതിന് മുന്നിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഗ്യാസൊക്കെ നിറച്ചെത്തി വീട്ടിലെത്തി. ഒരു മഴയൊക്കെ നല്ലോണം പെയ്ത് തോർന്നിരുന്നു കേട്ടോ. ഇതിനിടയിൽ ഞാൻ എൻ്റെ ഫോൺ വണ്ടിയിൽ വെച്ച് മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഓട്ടോറിക്ഷയിൽ ഇവിടെ വന്ന് നിർത്തിയിട്ട് പൈസ കൊടുക്കുന്നതിൻ്റെ തിരക്കിൽ അവിടെ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് അതുകൊണ്ട് എനിക്ക് കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ തിരിച്ച് വന്നപ്പോഴാണ് പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.